നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. പുനരധിവാസത്തിന് വേണ്ട തുക സംസ്ഥാനം ഇന്ന് കോടതിയെ അറിയിക്കും. കേന്ദ്രത്തിന്റെ നിഷേധാത്മക സമീപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ LDF. ടീകോമിൽ നിന്ന് സ്മാർട്ട് സിറ്റി ഭൂമി തിരിച്ചുപിടിക്കാനുള്ള സർക്കാർ നീക്കത്തെ സ്വാഗതം ചെയ്ത് ടെക്കികൾ. സർക്കാർ നീക്കം പ്രതീക്ഷയുള്ളതെന്ന് ഇൻഫോ പാർക്ക് ജീവനക്കാർ. വ്യാജ പ്രചാരണത്തിലൂടെ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിലെ വീഴ്ച മറയ്ക്കാൻ. വസ്തുതകൾ പരിശോധിക്കാതെയാണ് മാധ്യമ വാർത്തകളെന്ന് മന്ത്രി P. രാജീവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നീക്കം ചെയ്ത ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിട്ടേക്കും. പുറത്തുവിടുക 49 മുതൽ 53 വരെയുള്ള ഭാഗങ്ങൾ. വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് ഇന്നുണ്ടായേക്കും. ദിലീപിന്റെ ശബരിമലയിലെ VIP ദർശനത്തിൽ കർശന നിലപാടുമായി ഹൈക്കോടതി. ദിലീപ് ദർശനം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ കോടതി ഇന്ന് പരിശോധിക്കും. സംസ്ഥാന റോഡ് വികസനത്തിൽ നിർണായകമായി മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരി ചർച്ച. 17 പുതിയ പാതകൾക്ക് കൂടി അനുമതി. ഇന്ത്യൻ കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് ചരിത്ര ദിവസം. മാർ ജോർജ് പൂവക്കാടിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തും. സ്ഥാനാരോഹണ ചടങ്ങുകൾ ഫ്രാൻസിസ് പാപ്പയുടെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ. സർക്കാർ സ്കൂളുകളിൽ തയ്യാറാക്കിയ കേരളത്തിലെ ആദ്യത്തെ AI സ്മാർട്ട് റൂമിന്റെ ഉദ്ഘാടനം തോട്ടുമുക്ക ഗവൺമെന്റ് UP സ്കൂളിൽ ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത് കംബോഡിയയിലേക്ക് ആളുകളെ കടത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. തോടന്നൂർ സ്വദേശി അനുരാഗ് നെടുമ്പാശ്ശേരിയിൽ വെച്ചാണ് അറസ്റ്റിലായത്. നവതിയുടെ നിറവിൽ പ്രിയങ്കനായ ജനനേതാവ് EK നായനാരുടെ പത്നി ശാരദ ടീച്ചർ. തലമുറകളുടെ സ്നേഹം ഏറ്റുവാങ്ങുകയാണ് 90ന്റെ നിറവിൽ സഖാവിന്റെയും കേരളത്തിന്റെയും ശാരദ ടീച്ചർ. അഞ്ചു വർഷം മുൻപ് അഗ്നിക്കിരയായ പാരീസിലെ ലോക പ്രശസ്തമായ നോത്രദാം പള്ളിയുടെ നവീകരണം പൂർത്തിയായി. പ്രധാന അൾത്താരയുടെ കൂദാശ ഇന്ന്. യുവതിയെ പീഡിപ്പിച്ച് ദൃശ്യം പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ ജാമ്യം നേടിപ്പോയ പ്രതി 9 വർഷത്തിനു ശേഷം പിടിയിൽ. കോഴിക്കോട് മുണ്ടക്കൽ സ്വദേശി ദീപേഷ് മക്കട്ടിലാണ് പിടിയിലായത്. തൃശൂരിൽ പിയാനോ ക്ലാസിനിടെ 14കാരിക്കു നേരെ ലൈംഗിക അതിക്രമം. സംഗീതോപകരണ അധ്യാപകന് 25 വർഷം തടവും 4 ലക്ഷം രൂപ പിഴയും. എളവള്ളി സ്വദേശി ജോഷി വർഗീസാണ് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത്. ട്രേഡിംഗിലൂടെ മികച്ച ലാഭം നേടിത്തരാമെന്ന് വിശ്വസിപ്പിച്ച് വേങ്ങര സ്വദേശിയിൽ നിന്നും 1,08 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിൽ. ബീഹാർ സ്വദേശി അനീഷ് കുമാർ സോനുവാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ മാരക മയക്കുമരുന്നായ മെത്താഫിറ്റിനുമായി തിരുവനന്തപുരം സ്വദേശി പിടിയിൽ. മലയൻകീഴ് സ്വദേശി ഷംനു ആണ് അറസ്റ്റിലായത്. അതിർത്തി ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാളെ പിടികൂടിയത്. മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പശുവിന് നേരെയാണ് കടുവയുടെ ആക്രമണം. മേയാൻ വിട്ടിരുന്ന പശുവിനെയാണ് കടുവ ആക്രമിച്ചത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ക്രെയിൻ സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരിയായ മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിനി നേഹയാണ് മരിച്ചത്. മധ്യപ്രദേശിൽ +2 വിദ്യാർത്ഥി അധ്യാപകനെ വെടിവെച്ചു കൊന്നു. ഛത്തർപൂരിലാണ് സംഭവം. ധമോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായ സുരേന്ദ്രകുമാർ സക്സേനയാണ് കൊല്ലപ്പെട്ടത്. ആരാധനാലയ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് ഗ്യാൻവ്യാപി പള്ളി കമ്മിറ്റി. സമ്പലിൽ സർവേക്കിടെയുണ്ടായ സംഘർഷവും 6 പേർ കൊല്ലപ്പെട്ടതുമടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഹർജി.
ജെൻവീലിൽ നിന്ന് താഴേക്ക് വീണ 13-കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഉത്തർപ്രദേശിലെ ലങ്കിപൂർ ഖേരിയിലാണ് സംഭവം. ഏകദേശം 60 അടിയോളം ഉയരത്തിൽ നിന്നാണ് കുട്ടി താഴേക്ക് വീണത്. വീഴുന്നതിനിടെ ജെൻവീലിന്റെ ഇരുമ്പു കമ്പിയിൽ പിടിച്ച കുട്ടി 60 അടി ഉയരത്തിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഗുജറാത്ത് സൂററ്റിൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സംഘം അറസ്റ്റിൽ. ബിരുദം വാങ്ങിയ 14 വ്യാജ ഡോക്ടർമാരെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായ 14 വ്യാജ ഡോക്ടർമാരും സംഘത്തിലുള്ളവരാണെന്നും പോലീസ്. യുപിയിൽ യാത്രക്കാരുമായി പോയ ബസ്സും ട്രക്കും കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചു. 14 പേർക്ക് പരിക്കേറ്റു. കനൌജിലെ ഔറയ്യ ബോർഡറിൽ ആഗ്ര ലക്നൌ എക്സ്പ്രസ് വേയിലാണ് അപകടം. കൊൽക്കത്തയിൽ 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതി പിടിയിൽ. 34-കാരനായ രാജീവ് ഘോഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഫ്രാൻസ് രാഷ്ട്രീയ അരാജകത്വത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ വരും ദിവസങ്ങളിൽ പുതിയ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. രാജി ആവശ്യം തള്ളിയ മാക്രോൺ പ്രസിഡന്റ് പദവിയിൽ തുടരുമെന്നും അറിയിച്ചു. സ്വയം പ്രതിരോധിക്കാൻ ഏതു മാർഗവും ഉപയോഗിക്കാൻ റഷ്യ തയ്യാറാണെന്ന് മുന്നറിയിപ്പ് നൽകിയ റഷ്യൻ വിദേശകാര്യമന്ത്രി യുഎസും സഖ്യകക്ഷികളും മനസ്സിലാക്കണമെന്നും റഷ്യയുടെ മുന്നറിയിപ്പ്. മടക്ക വാഹനത്തിന് തകരാർ മൂലം സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിട്ട് 6 മാസം പിന്നിട്ടു. ഇനിയും 2 മാസം കാത്തിരിക്കേണ്ടി വരും മടക്കയാത്രയ്ക്ക്. രാജ്യത്തെ സർവകലാശാലകളിൽ പ്രണയ വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഒരുങ്ങി ചൈനീസ് സർക്കാർ. രാജ്യത്ത് പ്രണയം കുറയുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഭൂമിയിൽ നിന്ന് 2615 പ്രകാശവർഷം അകലെ പുതിയ ഗ്രഹം കണ്ടെത്തി ജ്യോതിശാസ്ത്രജ്ഞർ. ജപ്പാനിലെ സൊക്ക സർവകലാശാലയിലെ ഗവേഷകരാണ് പഞ്ഞിമിഠായി ഗ്രഹത്തിന്റെ കണ്ടെത്തലിനു പിന്നിൽ. ദക്ഷിണ കൊറിയ പ്രസിഡന്റ് യുൻ സുക് യോളിനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷം കൊണ്ടുവന്ന ബില്ലിലെ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. 300 അംഗ പാർലമെന്റിൽ 192 സീറ്റുള്ള പ്രതിപക്ഷത്തിനാണ് ഭൂരിപക്ഷം. ദ ഡോൾ എന്നറിയപ്പെടുന്ന വാടക കൊലയാളിയായ 23-കാരി ജൂലിയറ്റ് ജദെ റേഡിയോസ് പോലീസ് പിടിയിൽ. നിരവധി കൊലപാതകങ്ങൾ നടത്തിയ പ്രതിയിൽ കൊളംബിയൻ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. സാന്താക്ലോസിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തി ശാസ്ത്രജ്ഞർ. ഫാദർ ഓഫ് ക്രിസ്മസ് എന്നറിയപ്പെടുന്ന മൈരയിലെ വിശുദ്ധൻ നിക്കോളാസിന്റേതാണ് സാന്താക്ലോസിന്റെ മുഖം. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.